നമസ്കാരം. രാമസ്മൃതിയാൽ പവിത്രമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ, ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമദേവനെന്നറിഞ്ഞുകൊണ്ടാലും നീ. ലക്ഷ്മണന്റെ ശക്തി ശരീരബലം മാത്രമല്ല, ആയുധബലം മാത്രമല്ല, അപാരമായ മനോബലം കൂടിയാണ്. സന്ദർഭം ആവശ്യപ്പെടുന്നുവെങ്കിൽ അനുയോജ്യമായ രീതിയിൽ എത്ര വേണമെങ്കിലും സംസാരിക്കാനുള്ള ശക്തി, അതല്ലെങ്കിൽ അത്രയും കഴിവുണ്ടായിരിക്കെ പോലും നാവടക്കാനുള്ള ശക്തി, ഇവ രണ്ടും ഒരു സേവകന് അത്യാവശ്യമാണ്. കാരണം സേവനം അളവിൽ കുറയുകയോ കൂടുകയോ അരുത്. സേവിക്കപ്പെടുന്ന ആളിന് പാകവും അനുയോജ്യമായിരിക്കണം. സത്യത്തിൽ ഈ രണ്ട് ശക്തികളും സേവകന് മാത്രമല്ല ഭൂഷണമായിട്ടുള്ളത്. ഏതൊരു വ്യക്തിക്കും സ്വന്തം ജീവിതത്തിൽ വിജയം കാണാൻ ഇവ അനിവാര്യമാണ്. സംഭാഷണ വിഷയത്തിൽ മാത്രമല്ല ഈ ഗുണവൈഭവങ്ങൾ ആവശ്യം. നാം ഏർപ്പെടുന്ന ഏതൊരു വ്യവഹാരത്തിലും സന്ദർഭോചിതമായ മിതത്വം പാലിക്കേണ്ടത് തീർത്തും അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ കാര്യക്ഷമതയും കർമ്മകുശലതയും കൈവരിക്കാനാകൂ. അങ്ങനെ നോക്കുമ്പോൾ ലക്ഷ്മണൻ സേവകൻ മാത്രമല്ല, നമുക്കോരോരുത്തർക്കും ഒരു ഉത്തമ മാതൃകയുമാകുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. ഫലദ്വാ പുണ്യാനാം മയി കരുണയാ വാ ത്വയി വിഭോ പ്രസന്നേപി സ്വാമിൻ ഭവദമല പാദാബ്ജയുഗളം കഥം പശ്യേയം മാം സ്ഥഗയതി നമ സംഭ്രമയുഷാം നിലിംബാനാം ശ്രേണിർ നിജ കനകമാണിക്യമകുടൈഃ
फलाद्वा पुण्यानां मयि करुणया वा त्वयि विभो प्रसन्नेऽपि स्वामिन् भवदमलपादाब्जयुगळम् कथं पश्येयं मां स्थगयति नम सम्भ्रमयुषां निलिम्बानां श्रेणिर्निजकनकमाणिक्यमकुटैः. ഇനി ശങ്കരസ്തോത്രാമൃതം. ദേവന്മാർ സംഭ്രമത്തോടെ കൂട്ടം കൂട്ടമായി എത്തി പരമേശ്വരന്റെ പാദപത്മങ്ങൾ നമസ്കരിക്കുന്നു. സ്വർണവും രത്നങ്ങളും പതിച്ച ദേവന്മാരുടെ കിരീടങ്ങൾ കാരണം ഭഗവാന്റെ പാദം കാണാൻ കഴിയുന്നില്ല. ഭഗവാന്റെ പാദങ്ങളിൽ ദേവന്മാരുടെ ശിരസൊഴിഞ്ഞ നേരമില്ല. അങ്ങനെയുള്ളപ്പോൾ അല്ലയോ ശ്രീ പരമേശ്വര, എനിക്കെങ്ങനെയാണ് അങ്ങയുടെ പാദദർശനം ലഭിക്കുന്നത്? അതിനുള്ള അവസരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലെ 17-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 17-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ പറയുകയാണ്, അങ്ങ് എന്നിൽ വളരെ പ്രസന്നനാണ്, അതിലെനിക്കൊരു സന്ദേഹവും ഇല്ല. എന്തുകൊണ്ട് ഭഗവാൻ പ്രസന്നനാണ് എന്നാണെങ്കിൽ 2 കാരണങ്ങളാവാം. ഒന്നുകിൽ ഫലാദ് പുണ്യാനാം ഫലാദ്വാ, ഞാൻ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലരൂപമായിരിക്കാം അങ്ങയുടെ പ്രസന്നതയ്ക്ക് കാരണം. അല്ലെങ്കിൽ കരുണയാവ, അങ്ങയുടെ കാരുണ്യമായിരിക്കാം. കരുണാമയനാണല്ലോ അവിടുന്ന്. അപ്പം കരുണാമയനായ അവിടുത്തെ കാരുണ്യം കൊണ്ടോ അതല്ലെങ്കിൽ ഞാൻ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലരൂപമായിട്ടോ എന്തോ ആവട്ടെ, അങ്ങ് എന്നിൽ പ്രസന്നനാണ്. അപ്പീ, അങ്ങനെയാണെങ്കിലും ഒരു ദോഷമുണ്ട്. അങ്ങനിൽ പ്രസന്നനാണെങ്കിലും ഒരു ദോഷമുണ്ട്. അത് കാണിക്കാനാണ് അപി ശബ്ദം പ്രയോഗിച്ചത്. ഫലാദ്വാ പുണ്യാനാം മയി കരുണയാ വാ ത്വയി വിഭോ പ്രസന്നേപി സ്വാമിൻ ഭവദമലപാദാബ്ജയുഗളം കഥം പശ്യേയം മാം സ്ഥഗയതി നമഃ സംഭ്രമജുഷാം നിലിംബാനാം ശ്രേണിർ നിജകനകമാണിക്യമകുടൈഃ. പ്രസന്നേ അപ്പി ത്വയി പ്രസന്നേ അപ്പി, നീ എന്നിൽ പ്രസന്നനാണെങ്കിലും എന്താ കുഴപ്പം? ഭവദമല പാദാബ്ജയുഗളം കഥം പശ്യേയം. ഇതാണ് എൻ്റെ ചോദ്യം. ഭഗവാൻ എന്നിൽ അത്യന്തം പ്രസന്നനാണ്, പക്ഷേ ഭഗവാന്റെ അമലമായ പരിശുദ്ധമായ പാദാബ്ജയുഗളം, പാദങ്ങളാകുന്ന താമര, അങ്ങനെയുള്ള യുഗളം, രണ്ട് കാൽത്താമരകളെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഭഗവാൻ പ്രസന്നനാണെങ്കിൽ ഭഗവാന്റെ കാൽത്താമരകളെ കാണേണ്ടതല്ലേ എന്ന് ചോദ്യം. അതാണ്, അവിടുത്തെ അമലങ്ങളായ കാൽത്താമരകളെ കാണാൻ കഴിയുന്നില്ല. കഥം പശ്യേയം, ഞാൻ എങ്ങനെ കാണും? എന്തുകൊണ്ടാണ് ഈ എങ്ങനെ കാണുന്നുള്ള ചോദ്യം വരുന്നത്? മാം സ്ഥഗയതി, എന്നെ തടയുന്നു. മാം സ്ഥഗയതി, എന്നെ തടയുന്നു. എനിക്ക് അവിടുത്തെ പാദകമലങ്ങളെ കാണുന്നതിൽ തടസ്സം നേരിടുന്നു. എന്താണ് തടസ്സം? നമസ്സംഭ്രമജുഷാം നിലിംബാനാം ശ്രേണിഹി, സംഭ്രമത്തോടുകൂടി നിന്നെ നമസ്കരിക്കാൻ വരുന്ന ദേവന്മാരുടെ വരിവരിയായിട്ടുള്ള ശ്രേണി. അപ്പം നിൻ്റെ പാദങ്ങളെ നമസ്കരിക്കാൻ വേണ്ടി ദേവന്മാർ വരിവരിയായിട്ട് വരികയാണ്, കൂട്ടമായിട്ട് വരികയാണ്, ശ്രേണിയാണ്.
എങ്ങനെയാണ് അവർ വരുന്നത്? സംഭ്രമത്തോടു കൂടിയാണ്. സംഭ്രമത്തോടു കൂടി വരികയാണ് അവർ. അതുകൊണ്ട് കൂട്ടമായി വരുന്നു. വരിവരിയായിട്ടൊക്കെയാണ്, ശ്രേണിയായിട്ടാണ് വരുന്നതെങ്കിലും സംഭ്രമത്തോടു കൂടിയാണ്. അതാണ് നമസ്സംഭ്രമജുഷാം നിലിംബാനാം. നിലിംബന്മാർ, ദേവന്മാർ. അവരുടെ നിജ കനകമാണിക്യമകുടൈഹി, അവരുടെ മാണിക്യങ്ങളാൽ അലങ്കരിക്കപ്പെട്ട, മാണിക്യരത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട സ്വർണ്ണ കിരീടങ്ങൾ, ആ സ്വർണ്ണ കിരീടങ്ങളുടെ ശോഭ എനിക്ക് തടസ്സം ചെയ്യുന്നു. ഇതാണ് പറയുന്നത്. അപ്പോൾ താത്പര്യം, അങ്ങെന്നിൽ പ്രസന്നനാണ്, പ്രസന്നനായതുകൊണ്ട് തന്നെ അവിടുത്തെ പാദകമലങ്ങളെ കാണാൻ എനിക്ക് സാധിക്കും. എന്നാൽ കൂട്ടം കൂട്ടമായി വരുന്ന ദേവഗണങ്ങളുടെ അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കുന്നതിനായി സംഭ്രമത്തോടു കൂടി വരുന്ന ദേവഗണങ്ങളുടെ കിരീടങ്ങൾ, ആ കിരീടങ്ങളിലെ സ്വർണവും രത്നങ്ങളുമെല്ലാം പതിച്ച കിരീടങ്ങളെ കൊണ്ട് അവിടുത്തെ പാദം എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്: ഭഗവാന്റെ, പരമശിവൻ്റെ പാദപത്മങ്ങളെ സദാ ദേവന്മാർ നമസ്കരിക്കുന്നു. ദേവന്മാരുടെ ശിരസ് ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഒഴിഞ്ഞ സമയമില്ല. അത് വെറും ശിരസ്സല്ല, അവരുടെ വലിയ കിരീടങ്ങളൊക്കെ ധരിച്ച ശിരസ്സാവുമ്പോൾ ഒരു തരത്തിലും ഭഗവാന്റെ പാദങ്ങൾ കാണുന്നില്ല, കാണാൻ സാധിക്കുന്നില്ല, അത്ര മറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഭഗവാൻ എന്നിൽ പ്രസന്നനാണെങ്കിലും എനിക്ക് അവിടുത്തെ പാദപത്മങ്ങളെ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ വ്യഥയോടുകൂടി പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന ഇതാണ്: കഥം പശ്യേയം, ഞാൻ എങ്ങനെ കാണും എന്നുള്ളതാണ് പ്രാർത്ഥന. കാണുമാറാകണമേ എന്നർത്ഥം. അപ്പം ഇവിടെ പ്രാർത്ഥനാരൂപത്തിൽ പരമശിവൻ്റെ പാദത്തെ ഇത്രക്കേറെ ദേവതകൾ സംഭ്രമത്തോടുകൂടി നമസ്കരിക്കുന്നു എന്നുള്ളതിനെ പറയുക ചെയ്യുന്നത്. അത് ശിവമഹിമയുടെ പ്രഖ്യാപനമാണ്. ദേവന്മാർ തിക്കും തിരക്കും കൂട്ടുകയാണ് ശിവപാദങ്ങളെ നമസ്കരിക്കാൻ. ആ കൂട്ടത്തിൽ ഞാൻ എവിടെ, എങ്ങനെ ദർശിക്കാൻ കഴിയും എന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ ദേവദേവത്വം, പരമേശ്വരൻ്റെ ദേവദേവത്വം അവിടെ എടുത്തു കാണിക്കുന്നു. അതാണ് പ്രധാനമായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. തുടർന്ന് അടുത്ത ശ്ലോകം: ത്വമേകോ ലോകാനാം പരമഫലദോ ദിവ്യപദവീം വാഹന്തസ്ത്വന്മൂലം പുനരപി ഭജന്തേ ഹരിമുഖാഃ കിയദ്വാദാക്ഷിണ്യം തവ ശിവമദാശാ ച കിയതി കദാ വാ മദ്രക്ഷാം വഹസി കരുണാപൂരിതദൃശാ ത്വമേകോ ലോകാനാം പരമഫലദോ ദിവ്യപദവീം വഹന്തസ്ത്വന്മൂലം പുനരപി ഭജന്തേ ഹരിമുഖാഃ കിയദ്വാദാക്ഷിണ്യം തവ ശിവമദാശാ ച കിയതി കദാ വാ മദ്രക്ഷാം വഹസി കരുണാപൂരിതദൃശാ. ഈ ഒരു 18-ാം ശ്ലോകത്തിൻ്റെ വിചാരം നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം. ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചതാണ് ഭാഗവത തത്വം. ബ്രഹ്മാവ് നാരദ മുനിക്ക് ഉപദേശിച്ചു. നാരദനിൽ നിന്ന് വ്യാസന് ലഭിച്ചു. വ്യാസൻ ശുകമുനിക്ക് ഉപദേശിച്ചു. ശുകൻ പരീക്ഷത്തിന് ഉപദേശിച്ച ഭാഗവതം കാലാകാലങ്ങളിൽ ഭക്തരുടെ ശോകങ്ങൾ അകറ്റി പരമാത്മത്വത്തെ പകർന്നു നൽകുന്നു. ഭാഗവതം പ്രചരിപ്പിക്കുന്നവരിൽ ഭഗവാന്റെ കൃപ എപ്പോഴും ഉണ്ടാകും. ഭാഗവത പാരായണം കൊണ്ട് സർവ്വ പാപങ്ങളും ദുഃഖങ്ങളും നശിപ്പിക്കുന്ന ഭഗവാനെ ഭക്തർ സദാ സ്മരിക്കുന്നു. ഭാഗവത മഹിമയെക്കുറിച്ച് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ വിവരിക്കുന്നത് ഇനി കേൾക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. കസ്മൈ യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപഃ പുരാ
തദ്രൂപേണ ച നാരദായ മുനയ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവത് രാധായ കാരുണ്യത തശുദ്ധം വിമലം വിശോകമമൃതം സത്യം ഭരം ധീമഹി. അതുലഹ, സദൃശമില്ലാത്തത്, ഒന്ന് ഇതിനോട്, ഈ ഭാഗവതത്തിനോട് ഒന്നും തുല്യമായിട്ടില്ല മറ്റു പുരാണങ്ങളൊന്നും. അയം ജ്ഞാനപ്രദീപ, ജ്ഞാനസ്വരൂപമായ, അതുപോലെ തന്നെ പ്രദീപ, ഉത്കൃഷ്ടദീപമായിരിക്കുന്ന, പുരാ കൽപ്പാദിയിൽ ഏന യാതൊരുവനാൽ, കസ്മൈ ബ്രഹ്മാവിനായിക്കൊണ്ടും, തദ്രൂപേണ ബ്രഹ്മസ്വരൂപത്താൽ, നാരദായ മുനയെ നാരദനായിരിക്കുന്ന മുനിക്കായിക്കൊണ്ടും, തദ്രൂപണ സ്വരൂപത്താൽ കൃഷ്ണായ വ്യാസമുനിക്കായിക്കൊണ്ടും, തദ്രൂപണ വ്യാസരൂപത്താൽ യോഗീന്ദ്രായ യോഗിശ്രേഷ്ഠനായ ശുഗനായിക്കൊണ്ടും, തദാത്മന ശുഗസ്വരൂപത്തിൽ ഭഗവത് രാധായ പരീക്ഷത്തിനായിക്കൊണ്ടും, കാരുണ്യത്താൽ വിഭാസിത പ്രകാശിക്കപ്പെട്ടുവോ, ശുദ്ധം പരിശുദ്ധവും, വിമലം പാപസംബന്ധമില്ലാത്തതും, വിശോകം ശോകങ്ങളെ അതിക്രമിച്ചിരിക്കുന്നത് ശോകമില്ലാത്തതും, അമൃതം മരണാദി വികാരരഹിതവുമായ സത്യം ത്രികാലത്തിലും നശിക്കാത്തതായിരിക്കുന്ന തത്പര പരമാത്മതത്വത്തെ ധീമകി ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുകയാണ് എന്താ, ആദ്യം ഇത് യാതൊരു ഭഗവാൻ ബ്രഹ്മാവിനായിക്കൊണ്ട് ഉപദേശിച്ചു, ബ്രഹ്മാവ് എന്ത് ചെയ്ത് നാരദമുനിക്കായിക്കൊണ്ട് ഉപദേശിച്ചു, നാരദനത് വ്യാസനായിക്കൊണ്ട് ഉപദേശിച്ചു, വ്യാസനത് ശുഗനായിക്കൊണ്ട് ഉപദേശിച്ചു, ശുഗൻ പരീക്ഷത്തിനായിക്കൊണ്ട് ഉപദേശിച്ച ഇത് കാലാകാലങ്ങളിൽ ഞങ്ങൾക്കെല്ലാവർക്കും പരമാത്മതത്വത്തെ ഗ്രഹിക്കുമാറ് പ്രകാശിക്കുന്ന ഭാഗവതം ഞങ്ങളെപ്പോഴും വയം ധീമകി, ആ പരമാത്മതത്വത്തെ ധീമകി ഞങ്ങൾ ധ്യാനിക്കുന്നു, ഞങ്ങളെല്ലാവരും ധ്യാനിക്കുകയാണ്. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ യൈദം കൃപയാ കസ്മൈ വാചക്ഷേ മുമുക്ഷവേ സാക്ഷിണേ സർവന്ദ്രാമീയും ഭഗവതേ ഐശ്വര്യപരിപൂർണനുമായ തസ്മൈ വാസുദേവായ, ആ വാസുദേവനായിക്കൊണ്ട് നമഃ നമസ്കാരം. യഹ യാതൊരുവൻ കൃപയാ കാരുണ്യത്താൽ മുമുക്ഷുവേ കസ്മൈ മോക്ഷത്തിനാഗ്രഹിച്ച ബ്രഹ്മാവിനായിക്കൊണ്ട് ഇതം വ്യാജചട്ടേ ഇതിനെ വ്യാഖ്യാനിച്ചു. യോഗീന്ദ്രായ നമത്തസ്മേ ശുഖായ ബ്രഹ്മരൂപിണേ സംസാരസർപ്പദംഷ്ടം യോ വിഷ്ണുരാധമമൂജത്. പറയാണ്, യോഗികളിൽ ശ്രേഷ്ഠനും ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ചിരിക്കുന്നവനുമായ ആ ശുഖനായിക്കൊണ്ട് നമസ്കാരം. സംസാരമാകുന്ന സർപ്പത്താൽ ദംശിക്കപ്പെട്ട വിഷ്ണുരാധനെ, അതായത് പരീക്ഷത്തിനെ അതിൽ നിന്ന് ഈ ഭാഗവത ശ്രവണം കൊണ്ട് മോചിപ്പിച്ചു. ശാപം കൊണ്ട് തക്ഷകൻ കടിക്കുമെന്നുള്ള ശാപത്തെ തന്നെ മോചിപ്പിച്ചു, മോക്ഷത്തെ ലഭിച്ചു. ആർക്ക്? വിഷ്ണുരാധന്, പരീക്ഷത്തിനെന്നാണ് പറയുന്നത്. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം സ്തം നമാമി ഹരിം പരാം പരം. യസ്യ നാമസങ്കീർത്തനം, യാതൊരു ഭഗവാന്റെ നാമങ്ങളെയാണോ നിങ്ങൾ സങ്കീർത്തനം കീർത്തിക്കുന്നത് ചെയ്യുന്നത്, സർവപാപ പ്രണാശനം സർവപാപങ്ങളെയും നിശേഷം നശിപ്പിക്കുന്നതുമായിരിക്കുന്ന ആ ഭഗവാൻ എന്ത് ചെയ്യുന്നു? പ്രണാമഹ, നമസ്കാരം. ഇവിടെ പറയാണ്, യാതൊരു ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളെയാണോ അല്ലയോ ഭക്തന്മാരെ ഞങ്ങളെല്ലാം സങ്കീർത്തനം ചെയ്യുന്നത്. ഭഗവാന്റെ നാമങ്ങളെ കീർത്തിച്ചു കൊണ്ടേയിരിക്കുക. പിന്നെന്തായിരിക്കണം? സർവപാപങ്ങളെ നിശേഷം നശിപ്പിക്കുന്നവനായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരത്തെ അർച്ചിക്കുക. ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരത്തെ അർച്ചിക്കുക. ദുഃഖശമന, ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവനായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് തമ്പരം ഹരിം നമാമി, ആ പരമേശ്വരനായ ശ്രീഹരിയെ ഞാൻ നമസ്കരിക്കുന്നു. ഹരിഭഗവാനെ ഈ ഭാഗവത ഗ്രന്ഥത്തിൻ്റെ പരിപൂർണമായ ശ്രവണത്തിനായിക്കൊണ്ട്, പരിപൂർണമായ പഠനത്തിനായിക്കൊണ്ട്, അത് മറ്റുള്ളവർക്കായിട്ട് പറയുന്നതിനായിക്കൊണ്ട് എന്നിൽ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണം. ആ ഭഗവത് കൃപ എന്നിൽ എപ്പോഴും വിരാജിക്കുമ്പോൾ മാത്രമാണ് പരിപൂർണമായിട്ട് ഭാഗവതത്തെ
അതിൻ്റെ തത്വത്തെ വേണ്ട വിധം എനിക്ക് വെളിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ, വേണ്ട വിധത്തിൽ എനിക്ക് കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ, വേണ്ട വിധത്തിൽ പ്രചരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭഗവത് കൃപയാണ് ഭാഗവത ശ്രവണത്തിന് അത്യുത്തമം. ഭഗവത് കൃപയോടുകൂടി ആരൊക്കെയാണോ ഭാഗവതത്തെ ശ്രവിക്കുന്നത്, ആരൊക്കെയാണോ ഭാഗവതത്തെ പ്രചരിപ്പിക്കുന്നത്, അവിടെയെല്ലാം ആരുണ്ടാവും? കൃഷ്ണ ഭഗവാനുണ്ടാവും. അവരുടെയൊക്കെ ഉള്ളിൽ എന്തുണ്ടാവും? ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളും ഉണ്ടാവും. ഭഗവാനെ വിസ്മരിക്കാതെ ഭഗവത് ഭക്തിയെ മുൻനിർത്തിക്കൊണ്ട് ആരൊക്കെ ഭാഗവതത്തെ പഠിപ്പിക്കുന്നുവോ, ആരൊക്കെ ഭാഗവതത്തെ പഠിക്കുന്നുവോ, അവർക്കെല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ സർവാത്മനായുള്ള അനുഗ്രഹം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഭഗവത് ഐശ്വര്യത്തിൻ്റെ ഗേഹമായ ഭാഗവതം സർവദാ പ്രണമിക്കേണ്ടതാണ്. പ്രണാമസ്വരൂപമാണത്. സർവ്വപാപങ്ങളെയും നശിപ്പിക്കുന്നതാണെന്ന് മാത്രം ഇതിൽ അവസാനം സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ദേവകീസുതനാം മുകുന്ദ, ഏഴകൾക്കെന്നും തുണയേകണേ. ദേവകീസുതനാം മുകുന്ദ, ഏഴകൾക്കെന്നും തുണയേകണേ. പാപങ്ങളെല്ലാം പോക്കണേ, തൃക്കൺ പാർക്കണേ ഭഗവാനേ. പാപങ്ങളെല്ലാം പോക്കണേ, തൃക്കൺ പാർക്കണേ ഭഗവാൻ.